എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ്. കണ്ണപ്പ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ എത്തിയിട്ടുണ്ടാകും അല്ലേ? എത്തിയിട്ടുണ്ടാവണം. ഇപ്പൊ ലോഞ്ചാ. എന്തായാലും നമ്മളിത് വേറെ രീതിയിൽ ഒരു കടത്തോടെയാണ് ഇത് കാണുന്നത് കേട്ടോ. എന്താണ് ഇതിന്റെ കടത്ത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും വഴിയാമ അല്ല, അതിപ്പോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് പേര്. എന്താണെങ്കിലും മുകേഷ് കുമാർ സിംഗ് ഡയറക്ട് ചെയ്ത് വിഷ്ണു മഞ്ജു നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ വലിപ്പം നമുക്ക് പറയാണ്ട് തന്നെ അറിയാലോ എല്ലാവർക്കും. എന്താണ്, അതായത് പ്രഭാസ് കാമിയോ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ കാമിയോ, അക്ഷയ് കുമാർ കാമിയോ, കാജൽ അഗർവാൾ കാമിയോ. പിന്നെ ഇതാണ് ഇതിന് ഏറ്റവും വലിയ കാര്യം. ഇത് ഒരു സൈഡ്. പിന്നെ അല്ലാണ്ട് ഉള്ള നടന്മാര് വേറെ. ശരത് കുമാർ ഒക്കെ ഉണ്ട്. വിഷ്ണു മഞ്ജു വേറെ ലെവലാണ്, ശരത് കുമാർ വേറെ ലെവലാണ്. അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ ടീസർ കാണാം. ഓക്കെ. പോരട്ടെ. പൂവല്ല వాయులింగాన్ని పిగిలించుకురమ్మని నువ్వు పంపిన 50 మందిని నీ తమ్ముడు టెంగణతో సహా అందరినీ చంపేశాడు. నా తమ్ముడిని చంపాలంటే 100 మంది కూడా సరిపోరు. ఎంతమంది కలిసి చంపారు వింటే నువ్వు తట్టుకోలేవు. చంపింది ఒక్కడే. കണ്ണപ്പ ശിവയ്യ വേണ്ട വെയിറ്റ്. ഇനി വെച്ചാൽ ചിലപ്പോ ബാക്കി എന്താണെങ്കിലും ടീസർ പൊളിയാണ്. പക്ഷെ ഇതിന്റെ പക്ക വന്നിട്ട് കാണായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. സാർ പറഞ്ഞിട്ട് കാര്യമല്ലോ, കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യല്ലോ. ഇത് എപ്പോഴാ വരിക അറിഞ്ഞൂടാ. എന്തായാലും ഇത് ലൈവിൽ നിന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മള് ഒറിജിനൽ അപ്ലോഡ് ചെയ്യുള്ളൂ. എന്തായാലും സൂപ്പർ സാധനം. ഒരക്ഷരാട്ടോ. പ്രത്യേകിച്ച് ഇത് അതായത് കാടുകളിലൊക്കെ വെച്ച് ചെയ്യുമ്പോഴേ അതിനൊരു കൃത്രിമത്വം ഫീൽ ചെയ്ത പണിയായി. ഇത് പക്ക ഒറിജിനലായിട്ട് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിന്റെ ലൊക്കേഷൻസ് ഞാൻ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ന്യൂസിലാൻഡ് അങ്ങനെ കുറെ സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ ലൊക്കേഷൻ കാണുമ്പോൾ അതിന്റെ ഫീല് കിട്ടുന്നുണ്ട്. ശരിക്കും ഇത് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ഫോറസ്റ്റ് ഏരിയ ഒന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല കയറ്റൂല. അതെ, അത് ഇത്ര ഭീകരമായിട്ട് തന്നെ ആ ഒരു ലൊക്കേഷൻ ഒക്കെ അല്ല സൂപ്പർ സ്ഥലങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള ഫോറസ്റ്റ് ഏരിയ അല്ല നമ്മുടേത്. അതെ, നമ്മുടെ ഇവിടെ കാട് കുറച്ച് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ആകെ വരണ്ടു പോകും, ഉള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിടക്കും. എന്തായാലും സംഭവബഹുലമായ ഒരു ടീസറാണ് നമ്മൾ കണ്ടത്. ഒന്ന് പ്രഭാസിന്റെ കുറച്ചാണ് കണ്ടത്. അതായത് ശിവയായിട്ടാണ് ആള് വരുന്നതെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. അപ്പോൾ ശിവയായിട്ട് കാണിച്ചിരിക്കുന്നത് ആളെയാണെന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. കണ്ണ് മാത്രമേ കാണിച്ചു, കണ്ണ് ഒരു സൈഡാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ശരത് കുമാറിനെ കാണിക്കുന്നുണ്ട്. ശരത് കുമാർ നടന്നു വരുന്ന ഒരു സീനിലാണ് കാണിക്കുന്നത്. പിന്നെ അക്ഷയ് നടന്നു വരുന്നത് മാത്രല്ല, ഞാൻ വടി കൊണ്ട് ഒരു കുന്തം കൊണ്ട് ചാടി കുത്തുന്നുണ്ട്. അത് ശരത് കുമാറാണോ? ആ ശരത് കുമാർ. പിന്നെ അതിനുശേഷം വേറൊരു ഫൈറ്റ് രംഗത്തുള്ള ഒരു ഷോട്ടും ഉണ്ട്. ഞാനൊന്ന് എന്റെ കണ്ണിൽ പോയിട്ടില്ല. ഞാൻ അക്ഷയ് കുമാറിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നീ ശരത് കുമാർ, അക്ഷയ് കുമാറിനെ കണ്ടപ്പോ ശരത് കുമാർ എന്ന് പറയും. രണ്ടുപേരും കുമാറായതുകൊണ്ട് പേര് മാറിപ്പോയതാണ്. അതെ, അക്ഷയ് കുമാറിനെയാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. പേര് വന്നത് ശരത്താണെന്നുള്ളൂ. എന്നാണെങ്കിലും അക്ഷയ് കുമാറിനെ കണ്ടു. ആളും വേറൊരു ഗെറ്റപ്പിലാണ്, താടിയൊക്കെ വളർത്തി ഒരു ഗെറ്റപ്പിലാണുള്ളത്. പിന്നെ
നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ നല്ല ബിൽഡപ്പ് കൊടുത്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ചെറിയതായിട്ട് സൈഡ് കാണിച്ചു. പക്ഷെ അതിന് മുൻപ് ഒരു ഷോട്ട് ഉണ്ട്, ബാക്ക് ഷോട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ അത് വെച്ച് പിടിക്കണം അത് ലാലേട്ടനാണെന്നുള്ളത്. ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് വന്ന പോസ്റ്റർ ഇല്ലേ, ആ സാധനം. അതായത് മുടിയൊക്കെ പിന്നിട്ട് ബാക്കിൽ നാടൻ അമ്പും വില്ലും. പിന്നെ ആളുടെ ഈ മുടിയും നമുക്ക് ഏതാണ്ട് അത് ലാലേട്ടനാന്നുള്ള രീതിയിൽ വ്യക്തമാവും. പിന്നെ അതിന് ശേഷം സൈഡ് ശരിയായ രീതിയിൽ അടുത്ത ഷോട്ടില് ശരിക്കും താടിയും നമ്മുടെ ഒരു കണ്ണിന്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ലൈനും ബ്ലാക്ക് ലൈനൊക്കെ ഇട്ടിട്ട് ഒരു ഇത് കാണുന്നുണ്ട്. അത് തന്നെ മതിയല്ലോ, ധാരാളം 4 പേരെ. പക്ഷെ മറ്റേ കാജലിനെ മാത്രം കണ്ടില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോ മേ ബി പൗസൊക്കെ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശരിക്കും അങ്ങനെ വെച്ച് നോക്കി പോവാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് റിയാക്ഷൻ ആണ്, ഇത് റിയാക്ഷൻ ആണ്, റിവ്യൂ അല്ല, റിയാക്ഷൻ ആണ്. നമ്മൾ ആ സമയങ്ങളിൽ നമുക്ക് വേറെ എക്സൈറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ പലതും മിസ്സാവാം. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അതിൽ കിട്ടിയതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും പ്രതീക്ഷിച്ച പോലെ തന്നെ സിനിമേന്റെ വലിപ്പം ഒട്ടും കുറയ്ക്കാതെ തന്നെ, അല്ലെങ്കിൽ അത് കാണുന്നവർക്ക് ഇത് ഇത്രേ ഉള്ളോ എന്നല്ല തോന്നുന്നത്. ആ സിനിമയ്ക്ക് ഏത് വലിപ്പമാണോ ഉള്ളത് ആ വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ടീസർ വന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തായാലും വിഷ്ണു മഞ്ജുവിന് കൊടുത്തിരിക്കുന്ന ബിൽഡപ്പ് ഭീകരാണ്. അതായത് വില്ലന്മാര് പറയുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം വിഷ്ണു മഞ്ജുവിന്, അതായത് ആളുടെ ആയുധം കാണിക്കുന്നു, ബാക്ക് സൈഡ് കാണിക്കുന്നു, അതിനുശേഷം ആളുടെ ആ ഒരു ഗർജനം ധാരാളമാണ്. ഇത് വേറെ എന്താ പറയാ, ഒരു ശിവഭക്തന്റെ കഥയാണെന്നാണ്. അതെ. അപ്പം അതിൻ്റെതായ ഒരു കണ്ണപ്പയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടായ കഥയാണ്. അതാണ് സ്റ്റോറി ഇതിന്റെ. എന്തായാലും കാട്ടിലാണ് ഏതാണ്ട് എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. കാട്ടിൽ ജീവിക്കുന്ന ആള് ഭയങ്കര ശിവഭക്തനാണ്. അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് അത് വന്നിട്ടുള്ളത്. അത് ആദ്യം മുതലേ അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ ഈ ടീസർ കാണുമ്പോഴും നമുക്ക് അത് തന്നെയാണ് ഫുള്ള് കാടും ആ ഒരു എന്താ പറയാ ആ ഒരു സമയത്തുണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളും മാത്രമാണ് കാണിച്ചു പോകുന്നത്. എന്താണെങ്കിലും ഒരുപാട് പ്രതീക്ഷ കൂടി. അതായത് നമ്മൾ വർക്ക് കാണുമ്പോഴാണല്ലോ പ്രതീക്ഷിക്കണോ വേണ്ടെന്നുള്ളത്. അതിന് മുൻപ് വരെ അത് നല്ല വലുപ്പമായിരിക്കും. പക്ഷെ സാധനം നല്ല ഡീസൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഫൈറ്റ് രംഗങ്ങളൊക്കെ വേറെ ലെവലായിട്ടാണ് ഫീൽ ചെയ്തത്. അതിൽ ബീജിയമൊക്കെ വേറെ ഫീലാണ്. ഇതിൽ അമ്പില്ലേ, അത്യാവശ്യമായി. എന്താണെങ്കിലും ഇവരെല്ലാരും കൂടി ഒരുമിക്കുമ്പോ ആ സിനിമ എന്തായിരിക്കും എന്നുള്ളത് എല്ലാരും കാത്തിരിക്കുന്ന പോലെ നമ്മളും കാത്തിരിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം എല്ലായിടത്തും ഉള്ള ലെജൻസ് ഉണ്ട്. എല്ലാ ലാംഗ്വേജിലും ലെജൻസ് ഉണ്ട്. ഇത് പാൻ ഇന്ത്യൻ മൂവിയാണ്. അപ്പൊ അതിന് നമ്മുടെ മലയാളത്തിൽ നിന്ന് നമുക്ക് ധാരാളമായിട്ട് ഒരാളെ തന്നിട്ടുണ്ട്. ധാരാളം നമുക്ക് ആഘോഷിക്കാനുള്ളത്. പിന്നെ ബോളിവുഡിൽ നിന്നുള്ളതുണ്ട്. എനിക്കൊരു സംശയം എന്താണെന്നറിയോ, ലാസ്റ്റ് ഷോട്ട് കാണിച്ചപ്പോഴേ ഈ നെറ്റിയുടെ ഭാഗം കണ്ടപ്പോൾ അത് അക്ഷയകുമാറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്ക് ഫീൽ ചെയ്തോ അങ്ങനെ? അത് പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ഒരു ഗോസിപ്പും വന്നു പോയിട്ടുണ്ട്. ശരിക്ക് എന്താ പ്രഭാസ് ശിവനല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ അതീ തോന്നുന്നു. കാരണം നമ്മള് ആളുടെ ഷൂട്ടിന്റെ സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ന്യൂസുകളൊക്കെ വെച്ചിട്ട് ആള് ശിവനായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെയാണ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണെന്നുള്ളത് പക്ഷെ അതിനുശേഷം വേറെ വന്നിട്ടുണ്ടായിരുന്നു, അത് ശിവനല്ല വേറെ ക്യാരക്ടർ ആണെന്നുള്ളത് ആയിരിക്കാം ചിലപ്പോ. ഇപ്പൊ ലാസ്റ്റ് അതായത് ഇങ്ങനെ വരയിട്ട ആ ഒരു നെറ്റി കാണിച്ചത് ലാസ്റ്റിലേത് അക്ഷയകുമാറിന്റെയാണ് എന്ന് എനിക്ക് തോന്നി. കാരണം അത് ഒരു പരന്ന നെറ്റി അല്ല അത്. പക്ഷെ പ്രഭാസൻ അതിന് മുൻപ് കാണിക്കുന്ന നെറ്റ് വേറെയാണ്. രണ്ട് ആളുടേതായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ അത് ആ ആള് ധ്യാനത്തിലിരിക്കുന്ന സമയങ്ങളാണ്, അല്ലാത്ത സമയങ്ങളിൽ കാണൂലല്ലോ. അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കും ക്യാരക്ടർ. അതായത് ധ്യാനത്തിലിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പം പ്രവാസമായിട്ട് കാണുന്നത്. ഇവരൊക്കെ കാമിയോ അല്ലേ, ഫുൾ ടൈം ഉള്ള ആൾക്കാരല്ലല്ലോ. അതായത് പല രൂപങ്ങളിൽ വരുന്നതായിരിക്കാം. ദൈവം എന്ന് പറയുന്ന സാധനം അങ്ങനെ തന്നെയാണല്ലോ. അതായത് പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ നമ്മളെ രക്ഷിക്കാനാകുമ്പോ എത്തും. ചെകുത്താനാണ് തന്നെ, ചെകുത്താതായിരിക്കുന്നു, ദൈവതായിരിക്കുന്നു. ജിനേഷായിട്ട് ദൈവം, ചെകുത്താനായിട്ട് ഞാനും. സന്തോഷമായോ? ആ ടീച്ചറിന്റെ റിവ്യൂ പറഞ്ഞോണ്ടിരുന്നതിന്റെ പവർ അങ്ങ് പോയി. പവർ സത്യല്ലേ? അല്ല എന്നാ അവര് തെളിയിക്കട്ടെ. ചെകുത്താനാന്നുള്ള തെളിയും. പക്ഷേ ഇത് നേരെ മാറാതിരുന്നാ മതി. ഇത് ദൈവമാണെന്ന് തെളിയട്ടെ. ഇത് നേരെ തിരിഞ്ഞു പറയാതിരുന്നാ മതിയായിരുന്നു. അതെന്തായാലും പറയാൻ സാധ്യമല്ല. നോക്കാം. അപ്പൊ എന്തായാലും സിനിമ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഞങ്ങൾ പോവാണ്. ഇതിന്റെ ഒറിജിനൽ കിട്ടിയിട്ട് വിടാട്ടോ. ബൈ. കുറെ നേരം വെയിറ്റ് ചെയ്തു. യെസ്.